ലോകത്ത് ആദ്യമായി ഫുൾ HD അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. ചൈനയാണ് ലോകത്ത് ആദ്യമായി ഫുൾ HD അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ജൂൺ 16 മുതൽ 30 വരെയുള്ള ദേശാഭിമാനി അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള LP UP വിഭാഗങ്ങൾക്കുള്ള സബ് ജില്ലാ ക്വിസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ് ജില്ലാ മത്സരങ്ങൾ വിജയിക്കാൻ എല്ലാവർക്കും സ്വാഗതം. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അന്താരാഷ്ട്ര മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആശാ ശോഭന. ഹരിത നൊബേൽ സമ്മാനം എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ് മാൻ എൻവയോൺമെന്റ് പ്രൈസ്. 2024 ഹരിത നൊബേൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? അലോക് ശുക്ല. 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരം. ദേശാഭിമാനി പത്രം വാരികയായി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1942. ദേശാഭിമാനി ദിനപത്രമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഏതു വർഷം? 1946. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കയിലെ സംസ്ഥാനം ഏതാണ്? അരിസോണ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക പ്രഖ്യാപിച്ച ലോക സംഘടന ഏതാണ്? ലോക അത്ലറ്റിക്സ് സംഘടന. ഏതു സംസ്ഥാനമാണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് ചേർക്കുന്നത് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്? മഹാരാഷ്ട്ര സംസ്ഥാനം. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരിയായ ഗോപിചന്ദ് തൊടുപുഴ ബഹിരാകാശ യാത്ര നടത്തിയത് ഏതു കമ്പനിയുടെ യാത്രാ പദ്ധതിയിലാണ്? ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ യാത്രാ പദ്ധതിയിൽ. ബ്ലൂ ഒറിജിൻ NS-25 എന്ന ദൗത്യത്തിലാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയത്. ഇന്ത്യ ആദ്യമായി നടത്തുന്ന ശീതകാല ആർട്ടിക് പര്യവേക്ഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല? മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. കാഴ്ച പരിമിതിയുള്ളവർക്കായി കേരളം വികസിപ്പിച്ചെടുത്ത ടാബ് ലൂയി എന്നാണ് ഈ ടാബിൻ്റെ പേര്. ലോകത്തെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരമേത്? ദുബായിലാണ് ലോകത്തെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ സിനിമയിൽ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ്റെ പേര്? ഹിഷാം അബ്ദുൽ വഹാബ് എന്നാണ് സംഗീത സംവിധായകൻ്റെ പേര്. ആധുനിക കാലത്ത് കാറ്റുകൾക്ക് പേര് അംഗീകരിക്കുന്നത് ഏതു സംഘടനയാണ്? ലോക കാലാവസ്ഥാ സംഘടന, WMO. അക്ഷരമുറ്റം ജയിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള തീരത്ത് 2017 വീശിയടിച്ച ചുഴലിക്കാറ്റ് ആണ് ഓഖി. എന്താണ് ഓഖി എന്ന വാക്കിനർത്ഥം? കണ്ണ് എന്നാണ് ഓഖി എന്ന വാക്കിനർത്ഥം. ഈ പേര് നിർദ്ദേശിച്ചത്, ഓഖി എന്ന പേര് നിർദ്ദേശിച്ചത് ബംഗ്ലാദേശ് ആണ്. ലോക കാറ്റ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക കാറ്റ് ദിനമായി ആചരിക്കുന്നത് ജൂൺ 15. മലയാളത്തിലെ ബ്രെയിലി ലിപിയിലുള്ള ആദ്യത്തെ കവിതാ സമാഹാരം പിന്നിട്ട വഴികളും വരികളും. രചയിതാവ് അനീഷ് സ്നേഹയാത്ര. ഒരു സീസണിൽ തന്നെ 13 ദിവസത്തിനുള്ളിൽ 3 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ലോകത്തെ ആദ്യ വനിത പൂർണിമ ശ്രേഷ്ഠ.
പൂർണിമ ശ്രേഷ്ഠ. ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പസിൽ ഗെയിം ആയ റൂബിക്സ് ക്യൂബിന്റെ പിതാവ് എർണോ റൂബിക്ക് 50 വർഷം മുൻപ് 1974 അദ്ദേഹം റൂബിക്സ് ക്യൂബ് കണ്ടുപിടിച്ചത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ് എന്നിവരെ പിന്തള്ളി വിപണി മൂല്യത്തിൽ മുന്നിലെത്തിയ AI ചിപ്പ് നിർമ്മാതാക്കൾ എൻവിഡിയ ആണ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ലൈഫ്. രാജ്യാന്തര ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പരിശോധനാ മത്സരമായ സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബീയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ബൃഹത് സോമ. ചാന്ദ്രയാൻ 3ന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെന്ററി സ്പേസ് ഓൺ വീൽസ് എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. കിഴക്കിൻ്റെ നൊബേൽ എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് കുൽക്കർണി. ഇന്ത്യയിലെ ആദ്യത്തെ AI സഹായത്തോടെയുള്ള ആന്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാൽ എന്നാണ് അതിൻ്റെ പേര്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരം അൽ ബാഷ കൊട്ടാരം. 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തെ ആദ്യ രാജ്യം ജർമ്മനി. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യ ആദ്യമായി നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത തുറമുഖം ഏത്? നിങ്ങളുടെ ഉത്തരം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.